ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഒരു അടിപൊളി ലുക്കായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് വൈറൽ ആൻഡ് ട്രെൻഡിങ് ഒരു മൾട്ടി ടിഷ്യൂ സാരിയാണ് ഞാൻ പെയറപ്പ് ചെയ്യുന്നത് വിത്ത് മൈ ബ്യൂട്ടിഫുൾ എൻ്റെ വെഡ്ഡിങ് 8 ഇയേഴ്സ് ബാക്കുള്ള വെഡ്ഡിങ് ബ്ലൗസിലൂടെയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദെൻ മൂവിങ് ടു ദ വീഡിയോ. സ്റ്റാർട്ടിങ് വിത്ത് സ്കിൻ കെയർ ആൻഡ് ദ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. അപ്പം നല്ല ഒരു മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണമെങ്കിൽ ദ സ്കിൻ കെയർ ഷുഡ് ബി റൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു സ്പ്രേ സെറമാണ്. ഓക്കെ, ഒരു റീകോഡിൻ്റെ സ്പ്രേ സിറം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ ലെയർ സിറം ഇൻഫ്യൂസ്ഡ് വിത്ത് പൊട്ടൻ വൈറ്റ് ട്രഫിൾ. ഓക്കെ, ഇത് നമ്മുടെ ഡാൽബയുടെ സെറത്തിനെയൊക്കെ ഡ്യൂപ്പാണ്. നമുക്ക് മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് മുഖത്തിന് ഒരു ഗ്ലോ തരും. മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതാണ് ആദ്യം എൻ്റെ ബേസ് ആയിട്ട് ആദ്യം യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ സെറം. അപ്പം നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ സെറം സ്പ്രേ ചെയ്തു. അപ്പം അതിന് മുമ്പ് ഞാൻ എൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഡാമ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ഞാനൊരു നിയാസിനമൈഡിൻ്റെ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഫ്രം ഫിക്സ് ഡെർമ ആൻഡ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. ഓക്കെ, ഫിക്സ് ഡെർമയുടെ ഒരു സെറമാണ്. ഫിക്സ് ഡെർമയുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഒരുവിധം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. എനിക്ക് നല്ല പോർട്സ് ഉണ്ട്. അപ്പോൾ പോർട്സ് മിനിമൈസർ ഫേസ് സെറം 2% നിയാസിനമൈഡ്, 2.5 ഗ്ലൂക്കോസമീൻ ആൻഡ് 0.5% ഫൈറ്റിക് ആസിഡ്. എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ടബിൾ ആണ്. ഞാൻ 2 months ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും തീർന്നു. ഒരു നിയാസിനമൈഡ് സെറം നിങ്ങൾ ഏതാ സെറം യൂസ് ചെയ്യുക, ഓക്കെ, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അതും ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് മോയ്സ്ചറൈസർ. നിങ്ങളുടെ സ്കിന്നിന് ഏത് മോയ്സ്ചറൈസറാണ്. ഞാൻ എംബ്രലൈസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എംബ്രലൈസിൻ്റെ മോയ്സ്ചറൈസർ മേക്കപ്പ് ഒക്കെ ചെയ്യും, അടിപൊളിയാണ്. മൾട്ടി ഫങ്ഷണൽ ഒരു മോയ്സ്ചറൈസറാണ്. മേക്കപ്പ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, മോയ്സ്ചറൈസിങ് മാസ്ക് ആയിട്ട് ആക്ട് ചെയ്യും. മേക്കപ്പ് ബേസിന് അടിപൊളിയാണ്. അല്ലാതെ നോർമൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് എനിക്ക് അറിയത്തില്ല. എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഓക്കെ 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 നിങ്ങളുടെ മോയ്സ്ചറൈസറും മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം വൈസ്ലി ചൂസ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഈ നയാസിനമൈഡ്, റെറ്റിനോയിഡൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നമുക്ക് ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ ഓക്കെ ഇനി അടുത്തത് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പ് പ്രൈമർ ഞാൻ ഇടുന്നത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പോർട്സ് ഉണ്ട്. അപ്പോൾ പോർട്സ് ഒക്കെ ക്ലോസ് ചെയ്ത് നമുക്കൊരു മേക്കപ്പ് ബേസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മേക്കപ്പ് സ്മൂത്ത് ആവത്തുള്ളൂ. അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ മേക്കപ്പ് പ്രൈമർ യൂസ് ചെയ്യുന്നത് പോർട്സ് ക്ലോസിങ് പ്രൈമേഴ്സ് ആണ്, അല്ലെങ്കിൽ ബ്ലറിങ് പ്രൈമേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഞാൻ ചൂസ് ചെയ്ത് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് റീകോഡിൻ്റെ പ്രൈമർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നതാണ് കേട്ടോ. നമ്മളൊരു ഹയർ എക്സ്റ്റൻഷൻ പോകണമെങ്കിൽ ഹുഡ ബ്യൂട്ടിയുടെ ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ റെനയുടെ ബോളിവുഡ് ഫിൽറ്ററും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതും അടിപൊളിയാണ്. ഓക്കെ, ഇത് റീകോഡിൻ്റെ ഏസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞൊരു പ്രൈമറാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്വെറ്റ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല സ്വെറ്റ് വരുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ പ്രൈമർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ റീകോഡിൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ കളർ കറക്ഷൻ ആണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷൻസും ഒക്കെ ഉള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ഓറഞ്ച് കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇൻസൈറ്റിൻ്റെ ഒരു ഓറഞ്ച് കറക്ടറാണ്, NC6 ടാങ്കി ഓറഞ്ച്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ആദ്യം. എപ്പോഴും നമ്മൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സ്കിൻ ടോണിന് അണ്ടർ ടോൺ ആയിട്ടുള്ളൊരു കൺസീലറും കൂടെ യൂസ് ചെയ്യണം. ഐ വിൽ ഷോ. അപ്പം ആദ്യം
ഓക്കെ, നിങ്ങൾക്ക് കളർ കറക്ഷൻ ചെയ്യണ്ട, നിങ്ങളുടെ നല്ല ക്ലിയർ സ്കിന്നാണ്, ഓക്കെ, ഇംപെർഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം, ഓർ യു ക്യാൻ യൂസ് BB ക്രീം ഓർ സ്കിൻ ടിൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ കളർ കറക്ഷൻ ചെയ്യാതെ ഇതിൻ്റെ പുറത്തൂടെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ലെയർ ചെയ്യുമ്പം ഭയങ്കര ഗ്രേയിഷ് ലുക്ക് വരും. അത് നമ്മൾ പുട്ടിയടിച്ചൊരു ലുക്ക് ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, അതിൻ്റെ പുറത്തായിട്ട് ഞാൻ എൻ്റെ സ്കിൻ ടോൺ അണ്ടർ ടോൺ ആയിട്ടുള്ളൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫ്രം ഫേസസ് കാനഡയുടെ 06 ഗോൾഡൻ റഷ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഓറഞ്ച് കറക്റ്ററിൻ്റെ കൂടെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷൻ എന്തെങ്കിലും കിട്ടാൻ മേക്കപ്പ് നമുക്കൊരു ഓറഞ്ച് ലുക്കൊക്കെ വരും. അതാണ്. അപ്പോൾ ജസ്റ്റ് ന്യൂട്രലൈസ് ദ കളർ. ഓക്കെ, ഇതാ മാർസ് ഫേസസ് കാനഡയൊക്കെ നല്ല കവറേജ് കിട്ടുന്ന ഒരു തരം കൺസീലേഴ്സ് ആണ്. മാർസിൻ്റെ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാർസിൻ്റെ ക്യാൻസർ കൺസീലേഴ്സ് ആണ്. കളർ കറക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഫൗണ്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 04 നാച്ചുറൽ ന്യൂഡ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഐബ്രോസിനാണ്. ഐബ്രോസിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഭയങ്കര ബേസിക് ആയിട്ടൊരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്, പക്ഷെ പെർഫോമൻസ് വന്നിട്ട് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ജസ്റ്റ് ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ക്യാൻസർ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 ആണ് എൻ്റെ ഷെയ്ഡ്. ഓക്കെ, അത് കുറച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. എനി കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ബ്രഷ് കണ്ടോ, എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു ഒരു ഹാക്കാണ്. ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഓക്കെ, കണ്ടോ? അപ്പം അതങ്ങനെ ഫ്ലാറ്റ് ബ്രഷ് ജസ്റ്റ് ഒന്ന് കൺസീലർ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ അണ്ടർ ഐസ് ഹൈലൈറ്റിംഗ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ക്യാൻസർ കൺസീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻസ് ഒന്നും ഇല്ല, ക്ലിയർ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്യാൻസർ കൺസീലർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈലൈറ്റിംഗ് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കുക. അപ്പോൾ ഒന്ന് സെറ്റ് ആവും. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഈ റീകോഡിൻ്റെ സ്പ്രേ സെറം ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്ലെൻഡ് ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. നമുക്ക് ഓൾമോസ്റ്റ് ഡാർക്ക്നെസ് എല്ലാം ഈ ഭാഗത്ത് വരും. അപ്പം ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ മറക്കല്ല. ഈ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഐ ഷാഡോയ്ക്ക് ഒരു ബേസ്, നമ്മുടെ ഐ മേക്കപ്പിനൊരു ബേസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പൗഡർ വെച്ച് സെറ്റ് ചെയ്യണം. ലാക്മിയുടെ ഒരു സാധാ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനും ഐ തിങ്ക് നാച്ചുറൽ മാർബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരുപാട് വൈറ്റിൽ പോകുന്നുണ്ട്, ഒരു ബനാന കളർ അങ്ങനെയൊക്കെ പോയി ഒരു ബീച്ച് ടോണൊക്കെ എടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കണ്ണിൻ്റെ മണ്ടയിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഐ മേക്കപ്പ് അല്ലേ. ഓക്കെ, ഐ മേക്കപ്പിന് ഞാൻ ഹുഡ ഗേൾ എന്ന് പറഞ്ഞൊരു ഐബ്രോ പാലറ്റാണ് എടുത്തേക്കുന്നത്. നമ്മളിത് വാങ്ങുമ്പോൾ നമുക്ക് 2 പാലറ്റ് കിട്ടും. ഒന്ന് റോസ് ഗോൾഡ് പാലറ്റും മറ്റൊന്ന് ന്യൂഡ് പാലറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ആമസോണിനാണ് വാങ്ങിച്ചത്. ആൻഡ് ഇറ്റ്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹെന്ന എന്ന് പറഞ്ഞൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ബേസ് ആയിട്ട് കൊടുക്കും. താഴത്തും കൂടെ കൊടുക്കുക. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐ ഷാഡോ സ്റ്റിക്കാണ്, ക്രോം പ്ലസ് മാറ്റ് ട്വിൻ ഐ ഷാഡോ. അപ്പോൾ ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഒരെടുത്തു. പിന്നെ അതിൻ്റെ ഒരു ഗ്ലിറ്റർ വേർഷൻ ഈ സൈഡിൽ ഒരു ഗ്ലിറ്റർ വേർഷൻ വരും. ഓക്കെ, ആൻഡ് മാറ്റ് അല്ലെങ്കിൽ കാജൽ ടൈപ്പ് വരുന്ന ഒരു ക്രയോൺ ടൈപ്പ് ബ്രൗൺ ഇപ്പോഴത്തെ സൈഡിൽ വരും. അപ്പോൾ ട്വിൻ സൈഡിൽ വരും. നമുക്ക് ഇപ്പം ബാക്കി നമുക്ക് ഐ ഷാഡോ പാലറ്റൊക്കെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ആൻഡ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. ഇത് തന്നെ ഞാൻ ചിലപ്പോൾ ബ്രൗൺ കാജലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അത് ഈ കോർണറിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്കിത് സ്മഡ്ജ് ചെയ്യാം. ഒരു ഗ്ലിറ്റർ വേഷം വരുമല്ലോ, നമുക്ക് ഈ സൈഡിൽ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ടുവന്ന് തന്നെ സ്മഡ്ജ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കാജൽ എടുത്തിട്ട് നമ്മൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കാജലാണ് ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാം. കണ്ടോ? ആൻഡ് അതേപോലെ തന്നെ ഹാഫ് ദ പോർഷൻ. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഞാൻ ഫാൾസ് ഐലാഷസ് വെച്ചിട്ടുണ്ട്. ഈ കോർണറിൽ മാത്രമാണ് വെച്ചത്. ഈ മുഴുവൻ ഐലാഷസിനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ കോർണറിലാണ് വെക്കാറ്. ഓക്കെ, താഴെ മുകളിൽ കാജൽ ഏരിയത് തന്നെയാണ്. പിന്നെ താഴെ നമ്മുടെ ബ്രൗൺ ഐ ഷാഡോ സ്റ്റിക്ക് കാണിച്ചത് ആ ബ്രൗൺ ലൈൻ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബ്ലഷ് ആണ്. ഓക്കെ, ബ്ലഷ് ഞാൻ ഷീ ഗ്ലാമിൻ്റെ ഒരു ബ്ലഷാണ് എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യണം. ഞാൻ അതുകൊണ്ട് എൻവൈബയുടെ ഒരു ബ്രോൺസർ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഇത് വെച്ചാണ് ജസ്റ്റ് എടുത്തിട്ട് ഈ നമ്മുടെ ചീക്സിലും പിന്നെ നമ്മുടെ ഫോർഹെഡിലും ഞാൻ ഓൾറെഡി ചെയ്തു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുത്തു. പിന്നെ നോസിൻ്റെ ഇവിടെയും കൂടെ. ഇനി നമുക്കിനി ഹൈലൈറ്റിന് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് പാലറ്റാണ് എടുത്തിരിക്കുന്നത്. പൗഡർ പാലറ്റാണ്, ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈ ചീക്സിൻ്റെ അവിടെയും ഈ സെൻറ്റർ ഓഫ് ദ നോസും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഗോൾഡൻ ഒരു മൽ ടിഷ്യൂ സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ ഇത് വരാൻ വേണ്ടി ഞാൻ ഒരു ഗോൾഡൻ ലിക്വിഡ് ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണിലൊന്ന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കും. ലിപ്സിന് ഞാൻ ഒരു കോംബോ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോംബോ ആണ് കേട്ടോ. കോംബോ അല്ലാതെ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കോംബോ ഇല്ലാതെ ലിപ് ലൈനർ ഇല്ലാതെ അത് ഇടുമ്പോൾ ഭയങ്കര വാഷ് ഔട്ട് ചെയ്തൊരു ഫീലാണ്. മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് മെഹറാണ്. മെഹർ എന്ന് പറഞ്ഞൊരു മിനി ലിപ്സ്റ്റിക് ആണ് മാക്കിൻ്റെ. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഇത് മാത്രം ഇടുമ്പോൾ ഭയങ്കര വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ യൂസിങ് എ ബ്രൗൺ ലിപ് ലൈനർ ഫ്രം മാർസ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട്
14 Choco Butter. Okay, now I am applying the lipstick. The shade വന്നിട്ട് മാക്കിന്റെ മെഹർ ഒരു ഡസ്കി പിങ്ക് അല്ല ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. ഇത് മസ്കാരയാണ് കേട്ടോ. മാർസിന്റെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞ മസ്കാരയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം പാക്കിന്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മേക്കപ്പ്. ഭയങ്കര സട്ടിലാണ്. ഐ മേക്കപ്പ് ആയാലും ലിപ്സ് ആയാലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണ്, ഈ സാരി ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഒരു ടിഷ്യൂ മൽക്കോട്ടൺ സാരിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ളൊരു ഗോൾഡൻ ഷെയ്ഡുള്ളൊരു സാരിയാണ്. അതിൻ്റെ കൂടെ പേരെ ചെയ്തേക്കുന്ന ഈ ബ്ലൗസ് വന്നിട്ട് എൻ്റെ വെഡ്ഡിങ് ബ്ലൗസാണ്. ഓക്കെ, ഞാൻ എൻ്റെ സെറ്റും മുണ്ടിൻ്റെ കൂടെ ഉടുത്ത ബ്ലൗസാണ് കേട്ടോ. ഓക്കെ, അപ്പം രണ്ടിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക. ഓക്കെ, ദെൻ ഹാപ്പി അഡ്വാൻസ് ഓണം വിഷസ് ടു ഓൾ ഓഫ് യു. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദെൻ ടാറ്റ, ബൈ ബൈ, സീ യു.